വയനാട് നമ്പ്യാർകുന്ന് ചീരാൽ മേഖലയിൽ ഭീതി പരത്തിയ പുലി കൂട്ടിൽ കുടുങ്ങി. കല്ലൂരിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. സുർജിത്ത്, ഈ മേഖലയിൽ ഭീതി പരത്തിയ പുലിയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ സുർജിത്ത്? ഉന്മേഷ്, ക്രിസ്റ്റീന, എത്രയോ ദിവസങ്ങളായി വലിയ രീതിയിലുള്ള ഭീതിയാണ് ഈ പുലി ഈ ചീരാൽ നമ്പ്യാർകുന്ന് മേഖലയിൽ വരുത്തിയത്. അത്രമാത്രം വളർത്തുമൃഗങ്ങളെ ഇത് വേട്ടയാടി കൊന്നിട്ടുണ്ട്. വളർത്തു നായ്ക്കളെ, ഒപ്പം തന്നെ ആടുകളെ ഉൾപ്പെടെ ഈ പുലി വേട്ടയാടിയിട്ടുണ്ട്. 5 മൃഗങ്ങളെ കൊന്നിട്ടുണ്ട്, 6 എണ്ണത്തിനെ പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. അത് അടുത്തിടെ കുറെ ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്. ഈ പുലിയുടെ അവശനിലയിലുള്ള പുലിയാണ്. അത് ഈ നമ്പ്യാർകുന്ന് എന്ന് പറയുന്നത് അതിർത്തി പ്രദേശമാണ്. വയനാടിനോട് ചേർന്നുള്ള അതിർത്തി പ്രദേശത്താണ് ഈ പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നത്. നിരന്തരം ഇത് പുറത്തിറങ്ങുകയും പട്ടാപകൽ പോലും ഇറങ്ങുന്ന ദൃശ്യങ്ങൾ കണ്ടതാണ്. ചീരാൽ മുതൽ അപ്പുറത്തുള്ള തമിഴ്നാടിന്റെ ഭാഗമായ നീലഗിരിയുടെ ഭാഗമായ കയ്യൂന്നി വരെയുള്ള മേഖലയിൽ പുലിയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഇത് കല്ലൂരിൽ സ്ഥാപിച്ച കൂട്ടിലാണ് ഈ പുലി കുടുങ്ങിയത്. കല്ലൂർ ശ്മശാനത്തിന്റെ അടുത്തായി ഒരു കൂട് സ്ഥാപിച്ചിരുന്നു. ആ കൂട്ടിലാണ് ഒടുവിൽ പുലി ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത്. ആളുകളെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. കാരണം ഏതാനും ദിവസങ്ങളല്ല, മാസങ്ങളായി തന്നെ ഈ പുലിയുടെ സാന്നിധ്യം ഈ മേഖലയിലുണ്ട്. പ്രത്യേകിച്ച് തോട്ടം മേഖല ഉൾപ്പെടെ വരുന്ന പ്രദേശമാണ്. ആ പ്രദേശത്താണ് ഈ പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് വലിയ ആശങ്ക ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഈ നമ്പ്യാർകുന്നിൽ ഒരു കുട്ടി ഈ വീടിന്റെ കാർപോർച്ചിൽ ഈ പുലി കിടക്കുന്നത് കണ്ടതാണ്. അപ്പോൾ വീട്ടുകാർ ഇറങ്ങി നോക്കിയപ്പോഴാണ് പുലി അവിടെ നിന്നും കടന്നു പോവുകയാണ്. ഇത് അവശ നിലയിലുള്ള പുലിയാണ്. ആളുകൾക്കൊന്നും ഹാനികരമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ പുലി നിരന്തരം ഈ വളർത്തുമൃഗങ്ങളെ വളർത്തുനായ്ക്കൾ, ഒപ്പം തന്നെ ആടുകൾ എന്നിവയൊക്കെയാണ്, അതുപോലെ പശുവിനെ മുറിവേൽപ്പിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായി സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു സുർജിത്ത്, ഈ വനംവകുപ്പ് സംഘം എത്തിയിട്ടുണ്ട്. എവിടേക്കാണ് പുലിയെ മാറ്റുക സുർജിത്ത്? വനംവകുപ്പ് സംഘം ഇതിന്റെ ആരോഗ്യസ്ഥിതി പരിശോധിക്കും. അതിനുശേഷം ഒരുപക്ഷെ ഇതിനെ കുപ്പാടിയിലേക്ക് മാറ്റാനുള്ള സാധ്യതയാണ് കാണുന്നത്. അല്ലെങ്കിൽ ഇതിന്റെ ആരോഗ്യസ്ഥിതി ഉൾപ്പെടെ പരിശോധിച്ച ശേഷം ഒരുപക്ഷെ സാധ്യതയുണ്ടെങ്കിൽ വനത്തിൽ വിടുക എന്നുള്ള, ഉൾവനത്തിലേക്ക് വിടുക എന്നുള്ള തരത്തിലേക്കുള്ള തീരുമാനത്തിലേക്കും എത്തും. വനംവകുപ്പ് സംഘം എത്തുന്നതേയുള്ളൂ. അതായത് വയനാട് സൗത്ത് ഡിവിഷന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രദേശമാണിത്. അതായത് മേപ്പാടിയിൽ നിന്ന് വനംവകുപ്പ് സംഘം അവിടേക്ക് എത്തേണ്ടതുണ്ട്. അവർ എത്തിയാൽ ഉടൻ തന്നെ മറ്റു നടപടിയിലേക്ക് കടക്കും. പുലിയെ ഒരുപക്ഷെ പുലിയുടെ ആരോഗ്യസ്ഥിതിയുടെ ഒരു പരിശോധനയ്ക്ക് ശേഷം മാത്രമേ, അതായത് ആരോഗ്യമില്ലാത്തൊരു സ്ഥിതിയാണ് എങ്കിൽ അതിനെ കുപ്പാടിയിലെ മൃഗപരിചരണ കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള സാധ്യതയാവും കാണുക. അല്ലാത്ത പക്ഷം ഒരുപക്ഷെ ചിലപ്പോൾ പുലിയെ ആരോഗ്യമുള്ള പുലിയെങ്കിൽ അത് സ്വാഭാവികമായും അതിനെ ഉൾവനത്തിലേക്ക് വിടുക എന്നുള്ള ദൗത്യത്തിലേക്ക് വനംവകുപ്പ് മാറാനുള്ള സാധ്യത ഉണ്ടാകും. എന്തായാലും അതിന്റെ ഒരു നിജസ്ഥിതി എന്താണെന്നുള്ള തരത്തിലുള്ള പരിശോധന നടത്തും. ആ പരിശോധനയ്ക്ക് ശേഷം ആ നടപടിയിലേക്ക് കടക്കുക. ആളുകളെ സംബന്ധിച്ചാണ് ആശ്വാസം, വലിയ ആശ്വാസമാണ്. കാരണം അത് ഒരുപാട് നാളുകളായി വലിയ ഭീതി ആ പ്രദേശത്ത് പരത്തിയിരുന്നു. ആളുകൾക്ക് പ്രശ്നം ഉണ്ടാക്കിയില്ലെങ്കിലും പക്ഷേ ഈ വളർത്തുമൃഗങ്ങളെ നിരന്തരം കൊന്നൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതാണ് ആളുകളെ സംബന്ധിച്ച ആശങ്ക. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പുലി പുറത്തു വരികയും മാത്രമല്ല ഈ പല മേഖലയിലും ഇറങ്ങി നടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഉന്മേഷ്, ശരി. സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.